നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലലീഗയിലെ കിരീടപ്പോര് മുറുകുന്നു. റയൽ മാഡ്രിഡ് വിജയിച്ചേറിയിരിക്കുന്നു. 2-3 ഗോളുകൾക്കാണ് അവർ സെൽറ്റ വിഗോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കിലിയൻ എംബാപ്പയുടെ 2 ഗോളുകൾ, ആർദ ഗ്യൂളറിൻ്റെ ഗോളും അസിസ്റ്റുമായിട്ട് യുവതാരം മിന്നിക്കത്തിയിട്ടുണ്ട്. ബെല്ലിംഗാമിനും ഒരു അസിസ്റ്റ്. മറുഭാഗത്ത് സെൽറ്റ വിഗോയ്ക്ക് വേണ്ടി റോഡ്രിഗസും സ്വെഡ്ബർഗുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. കിടിലൻ പോരാട്ടമാണ് ലാലിഗയിൽ ഇത്തവണ കിരീടത്തിനായിട്ട് നടക്കുന്നത്. 34 കളിയിൽ നിന്ന് 79 പോയിന്റോടെ ബാഴ്സലോണ ഒന്നാമതാണെങ്കിൽ അത്രയും കളികളിൽ നിന്ന് 75 പോയിന്റ് ഉണ്ട് റയൽ മാഡ്രിഡിന്. നോക്കുക, അടുത്ത കളി ബാഴ്സ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടമാണ്. അക്കളി റയൽ വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒറ്റ പോയിന്റ് വ്യത്യാസമേ പിന്നെ അവിടെ കാണൂ. ബാഴ്സ വിജയിച്ച അവർ കിരീടം ഉറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നർത്ഥം. ഇന്നത്തെ മത്സരം വിജയിച്ചേ പറ്റൂ എന്ന നിലയിലാണ് റയൽ മാഡ്രിഡ് ഇറങ്ങിയത്. പക്ഷെ അവരുടെ ഡിഫൻസ് നോക്കുക, ലൂക്കാസ് വാസ്കസും ഷൂമനിയും അസെൻസിയോയും ഗാർസിയുമാണ് അണിനിരന്നത്. ഡിഫൻസ് വല്ലാതെ ശുഷ്കിച്ചു പോയിട്ടുണ്ട് പരിക്ക് കാരണം റയലിന് എന്നുള്ളത് പറയാതെ വയ്യ. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ആർദ ഗ്യൂളറും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 33-ാമത്തെ മിനിറ്റിലാണ് ഗ്യൂളറുടെ വക ഗോൾ പിറക്കുന്നത്. റയൽ മാഡ്രിഡിന്റെ ലീഡ് അവിടെ അവർ കളി പിടിക്കും എന്ന് തോന്നിച്ചു. പിന്നാലെയാണ് കിലിയൻ എംബാപ്പയുടെ ഗോൾ പിറക്കുന്നത്. ബെല്ലിംഗാമിന്റെ അസിസ്റ്റിൽ നിന്ന് എംബാപ്പയുടെ ഗോൾ കൂടി പിറക്കുമ്പോൾ ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗ്യൂളറുടെ അസിസ്റ്റിൽ നിന്ന് എംബാപ്പയുടെ ഗോൾ വന്നു. അദ്ദേഹത്തിന്റെ ബ്രേസ് പൂർത്തിയായി. 3-0 ലീഡിലേക്ക് റയൽ അനായാസം വിജയിക്കുമെന്ന് തോന്നിച്ചിടത്തു നിന്നാണ് സെൽറ്റ വിഗോയുടെ തിരിച്ചടികൾ തുടങ്ങുന്നത്. അവർക്ക് വേണ്ടി 69-ാമത്തെ മിനിറ്റിൽ ഹാവി റോഡ്രിഗസ് ഒരു ഗോൾ മടക്കുന്നു. 76-ാമത്തെ മിനിറ്റിൽ ഇയാഗോ ആസ്പാസിന്റെ അസിസ്റ്റിൽ നിന്ന് സ്വെഡ്ബർഗിന്റെ ഗോൾ കൂടി വരുമ്പോൾ മത്സരം 3-2. പിന്നീട് പക്ഷേ ഗോളുകൾ വീഴാതിരുന്നതോടെ 3-2 റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുകയായിരുന്നു. വിലപ്പെട്ട 3 പോയിന്റുകൾ അവർ സ്വന്തമാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.